ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഫോൺ 8078000222. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിൽ സംരംഭകരായ വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരംഭകരായ SC വനിതകൾക്ക് 50,000 രൂപ സബ്സിഡി നൽകിക്കൊണ്ടാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സന്ധ്യ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ ഒരു പണ്ട് കാലങ്ങളിലൊക്കെ സ്ത്രീകൾ ഒരുപാട് താഴെയായിരുന്നു എന്നൊരു ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കാലങ്ങളിൽ ഒരുപക്ഷെ സ്ത്രീ പുരുഷ സമത്വം നിലനിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പുരുഷന്മാരെക്കാൾ മുൻനിരയിലാണ് ഇന്ന് സ്ത്രീകളെല്ലാം നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ഓരോ സ്ത്രീകളുടെയും ഉന്നമനത്തിന് വേണ്ടി ധാരാളം പദ്ധതികൾ നടപ്പിലായി വരുന്നുണ്ട് ഈ പഞ്ചായത്ത്. അപ്പോൾ അതിന് മുഖാന്തരമായിട്ട് നമുക്ക് നടന്ന സംരംഭങ്ങൾക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കായിട്ട് ഒരു സ്കൂട്ടിയുടെ ഈ ഒരു സഹായം നമ്മൾ കൊടുക്കുന്നത് തന്നെ സ്ത്രീകളുടെ ഉന്നമനം, നമ്മുടെ പഞ്ചായത്തിലുള്ള സ്ത്രീകൾ എല്ലാവരും തന്നെ വളരെ മുൻനിരയിലെത്തി നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്ത്രീകളുടെ ആ ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഉൾപ്പെടുന്ന പുത്തിരിപ്പാടത്ത് നീതു, 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന കടുകശ്ശേരി, തച്ചുകുന്ന്, ശരണ്യ മണികണ്ഠൻ എന്നിവർക്കാണ് സംരംഭത്തിന്റെ തുടക്കം എന്ന നിലയിൽ വാഹനങ്ങൾ നൽകിയത്. ഇനിയും അപേക്ഷകൾ വരുന്ന മുറയ്ക്ക് അവ പരിശോധിച്ച് അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സന്ധ്യ പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ലക്ഷ്മണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MS ബീന ഗോപൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ് വറവട്ടൂർ, ജയലക്ഷ്മി, ചലിത കൃഷ്ണപ്രസാദ്, MB ഹരിദാസ്, ഫർസാന ഷെബി, UDF ചെയർമാൻ ഷഹീർ ദേശമംഗലം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുസ്തഫ തലശ്ശേരി, ആസൂത്രണ സമിതി ചെയർമാൻ PA അബ്ദുൽ സലാം, CK ബാലൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 25-26 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതി എന്ന നിലയ്ക്ക് അവർക്കൊരു വരുമാന മാർഗം കണ്ടെത്താൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഇതുപോലുള്ള 2 വീലർ വനിതകൾക്ക് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി വന്നതിന് ശേഷം തുടർന്നും വീണ്ടും പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടാണ് പുതിയ ഭരണസമിതി മുമ്പോട്ട് പോകുന്നത്. റെഡ് വിഷൻ ന്യൂസ്, ദേശമംഗലം. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078000222 62 384 22503.